അലിമങ്കടയാണ്. ഒരു ചെറിയ യാത്ര നമ്മുടെ കാട്ടിലൂടെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിലമ്പൂർ ടു നമ്മുടെ ഗുണ്ടൽപേട്ട. മസനഗുഡി പോകണം വിചാരിച്ചു, പക്ഷേ മസനഗുഡിക്കുള്ള അവിടെ ഭാഗങ്ങൾ അവർ ബ്ലോക്ക് ചെയ്തിരിക്കണം. ഇത് നമ്മുടെ നിലമ്പൂരാണ് കേട്ടോ. നിലമ്പൂർ പറയാനില്ലല്ലോ, തേക്ക് മ്യൂസിയം അതൊക്കെ. ഈ ഒരു റോഡ് തന്നെ ഭയങ്കര രസമുള്ള നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പം ഞാനും അനിയനും അതേപോലെ തന്നെ എൻ്റെ അയൽവാസികളായ ആരിസും മോമാലിയും ഞങ്ങളായിരുന്നു ഒരു യാത്ര. വെറുതെ ജസ്റ്റ് ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതേപോലെ ഒരുപാട് യാത്രകൾ എൻ്റെ അതുണ്ട്, വരാനുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ഇതിനകത്ത് രസമായി തോന്നിയത് എന്താണെന്നോ, നമ്മുടെ ഈ രാത്രിയിൽ യാത്രയിൽ ഒരുപാട് നമുക്ക് സന്തോഷം നൽകിയത് പല മൃഗങ്ങളെയും കാണാൻ പറ്റി. പല മൃഗങ്ങളെയും ചിലതൊന്നും നമുക്ക് ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, പക്ഷെ എന്നാലും പട്ടണത്തോളം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉണ്ടോ, മാനയ്ക്ക് വളരെ അടുത്ത്. അവർക്കൊന്നും പേടി തന്നെയില്ല. അവരൊന്നും വല്ലാതെ, ഒന്ന് പുല്ല് നല്ലോണം ഇവിടെ ഉണ്ട്, മറ്റൊന്ന് ഉൾക്കാട്ടിലേക്ക് വല്ലാതെ പോകാത്തത് അവർ പുല്ലിൻ്റെയും മറ്റിൻ്റെയൊക്കെ ആക്രമണം പേടിച്ചിട്ടായിരിക്കട്ടോ. അവരെ പുലി പിടിക്കുന്നുള്ള പേടി കൊണ്ടായിരിക്കും. അവർ ഇത് ആളുകളൊക്കെ ഉള്ളിടത്തേക്കും ചെക്ക് പോസ്റ്റും അതേമാതിരി ഫോറസ്റ്റിൻ്റെ ഓഫീസൊക്കെ ഉള്ള അടുത്തുകൂടിയൊക്കെയാണ്, തൊട്ടടുത്ത് കൂടിയൊക്കെ. എത്രയൊന്നും ഒന്നും രണ്ടൊന്നുമല്ല, ഒരുപാടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, കുറച്ച് എണ്ണത്തിന് നമ്മുടെ ക്യാമറയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഞാനത് കണ്ടിട്ട് നമുക്ക് മടുക്കണം. നിങ്ങൾ ആരെങ്കിലും മക്കളായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ വഴി യാത്ര പോയിക്കോളൂ കേട്ടോ, നല്ല രസമാണ്. കൂടല്ലൂർ വഴി നമ്മളെ മുത്തങ്ങ റൂട്ട് ഭയങ്കര രസമാണ് കാണാൻ, നല്ല രസമുണ്ട്. ഒരുപാട് മൃഗങ്ങൾ ഇതുണ്ട്. മാനക്കൊന്നും ഒരു പേടി തന്നെയല്ല. അതേപോലെ തന്നെ മയിലിനൊക്കെ ഇതുണ്ടോ, മയിലിനൊന്നും ഒരു പേടിയില്ല. മയിലൊക്കെ എത്ര അടുത്താണോ, നമ്മുടെ ദേശീയ പക്ഷി കൂടിയുള്ള മയിലിനൊന്നും ഒരു പേടിയില്ല. മയിലൊക്കെ എത്ര അടുത്താണ് നിൽക്കുന്നതെന്നോ, ഒരു പേടിയില്ലാതെ ഇതാണ്. ഞാൻ ആ മയിലിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഏകദേശം അടുത്തുനിന്ന് എടുത്തതാണ്ടോ നമ്മളൊക്കെ കാണുമ്പോൾ. അതേപോലെ തന്നെ ഇത് മുത്തങ്ങയിലേക്കുള്ള റോഡാണ് കേട്ടോ. അവിടുന്ന് നല്ല അടിപൊളി റോഡ്, നല്ല ക്ലീന്, ഭയങ്കര ഒരു പക്ഷെ എന്താ അടിയിലടിയിൽ ഒരു അമ്പുണ്ട്. അതെന്താ വെച്ചാൽ ഈ മൃഗങ്ങളെ സ്പീഡിൽ പോയിട്ട് മൃഗങ്ങളെ തട്ടി അറ്റാക്ക് അപകടം വരും വിചാരിച്ചിട്ടാണ് അടിയിലടിയിൽ. അതേമാതിരി ടൈഗർ റിസർവ് ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയയിൽ എപ്പോഴും അവർ പറയുന്നുണ്ട് പുലിനെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറയലുണ്ട്. എന്തായാലും ഞങ്ങൾ ഈ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പുല്ലിനൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും അതേപോലെ തന്നെ നല്ല രസമായ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. അതുണ്ടോ, വണ്ടി സ്ലോ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ കുരങ്ങന്മാർ വണ്ടിമേ കയറി അവർ എന്തെല്ലാമോ കാണിക്കുന്നതെന്നോ. പക്ഷേ വണ്ടി കുറച്ചങ്ങോട്ട് മൂവായി, വണ്ടി ഇനി കണ്ടോ, വണ്ടി ഇപ്പോൾ മൂവാവും. വണ്ടി മൂവായി കഴിഞ്ഞാൽ ഇതിപ്പോൾ അവിടെ പോസ്റ്റിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടികളിൽ വല്ലതും കടത്തുന്നുണ്ടോ, വല്ല വണ്ടിക്കകത്തുണ്ടോ എന്നൊക്കെ നോക്കണം. ഇതുണ്ടോ, ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ഉണ്ടോ, അതൊന്നും ഒരു പേടിയില്ല. എന്താ വണ്ടി പോക്ക് തുടങ്ങി, ആളിപ്പം നിലത്തേക്ക് ചാടും കേട്ടോ. നിലത്തേക്ക് ചാടി ആളവിടെ തന്നെ. അങ്ങനെ അത് കഴിഞ്ഞ് പോയിട്ടാണ് ഗുണ്ടൽപേട്ടയിൽ നല്ല ഒരു സൂര്യകാന്തി തോട്ടം, ഭയങ്കര വിശാലമായ സൂര്യകാന്തി തോട്ടമാണ് കേട്ടോ. ഭയങ്കര രസമാണ്. പക്ഷേ എപ്പോഴും ഈ ഒരു സമയത്ത് പോകണം കേട്ടോ. ഞങ്ങൾ പോയത് കുറച്ച് ദിവസം 1-2 മാസമായിരിക്കും കേട്ടോ. ഞാനിത് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയതാണെന്നുള്ളൂ. അപ്പോൾ ജൂണിൽ ആ ഒരു ടൈമൊക്കെയാണ്, ജൂൺ ജൂലൈ ആ ഒരു ടൈമൊക്കെ നല്ല രസമാണ്. അതേപോലെ തന്നെ ഇതുണ്ടോ, സൂര്യകാന്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം. ആനക്കൊന്നും ഒരു പേടിയില്ല. ആന വളരെ കൂളായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മേമയിലെന്തോ പറയുന്നുണ്ട്. അപ്പോൾ ആരിസ് പറയുന്നുണ്ട്, എടാ അത് പിന്നെ ആനയാണ് എൻ്റെ വാപ്പല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര രസമായിട്ട്. ആനക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ. ഇതിപ്പോൾ ഒരാനല്ലേ, ഇതിൻ്റെ അപ്പുറത്ത് വേറെയും ആനകളുണ്ട് കേട്ടോ. ഇനി വേറെയും അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വേറെയും കുറേ ആനകളും അതേപോലെ തന്നെ ആനകളൊക്കെ നല്ലോണം കാണാൻ പറ്റും. ആനകൾക്കൊന്നും ഒരു പേടിയില്ല. പക്ഷെ എന്താണോ, നമ്മൾ ശ്രദ്ധിച്ചാൽ പ്രശ്നമൊന്നുമില്ല. ആനകൾ അടുത്തുകൂടിയൊക്കെ വരുന്നുണ്ട്, വണ്ടിൻ്റെ അടുത്തുകൂടിയൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ അയറ്റാളെ ഉപദ്രവിച്ചാൽ മാത്രമേ തിരിച്ചു ഉപദ്രവിക്കുന്നു. ഇതുണ്ടോ, ഈ ഒരു ആന ഉണ്ടോ, ഒരു പേടിയില്ല. ഞങ്ങൾ നേരെ നിൽക്കുന്ന സമയത്ത്, ഞങ്ങൾ വണ്ടി ചെക്ക് പോസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ തൊട്ടടുത്ത് കൂടി ആന പോയി. ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷേ ആനക്ക് അങ്ങനത്തെ പേടിയും കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ യാത്ര തിരിച്ച് അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഇതിപ്പോൾ അവിടുത്തെ ജസ്റ്റ് എൻട്രൻസ് അങ്ങനെ കഴിഞ്ഞ് പോയിട്ട് കുറച്ച് ചെന്നിട്ട് നല്ല രസകരമായ കാഴ്ചകളുണ്ട് കേട്ടോ. ആ കാഴ്ചകളൂടി നിങ്ങളെ കാണിച്ചു തരാം. എന്താ വെച്ചാൽ ഈ ഒരു ഭാഗം കഴിഞ്ഞ് നെക്സ്റ്റ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല
ഒഴിഞ്ഞ ഏരിയയാണ്. ഒഴിഞ്ഞ ഏരിയ പറഞ്ഞാൽ അവിടെ ശരിക്കും നല്ല പന്നിക്കൂട്ടങ്ങൾ കണ്ടോ, പന്നി ഒരു പേടിയില്ല, പന്നിക്കൊന്നും ഒരു പേടിയില്ല. തൊട്ടടുത്താണ്, ഇതൊക്കെ തൊട്ടടുത്ത് നിന്നാണ്. അവിടെ തന്നെ തൊട്ടടുത്ത് ആനയുണ്ട്, ആനയും. ഒരു പേടി ഇവർക്കൊന്നും ഒരു പേടി ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയത് ആനനെയും അതേപോലെ തന്നെ മാനിനെയും പിന്നെ പന്നിനെ കുറച്ചുള്ളൂ കണ്ടത്. അതേപോലെ തന്നെ മയിലിനെ കണ്ടു, കാട്ടുപോത്തിനെ കണ്ടു. പക്ഷേ കാട്ടുപോത്തിനെ കണ്ട സമയത്ത് എടുക്കാൻ പറ്റി, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കുറച്ച് രാത്രിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്ലിയറായി എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്, ആനക്ക് എത്ര അടുത്താണോ, ആനക്കൊന്നും ഒരു പേടിയെന്ന് പറഞ്ഞില്ല. പക്ഷേ അവിടെ ഈ യാത്രക്കൊരു പ്രത്യേകത ഉണ്ട്. വൈകുന്നേരം 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ പാസ് ചെയ്യാൻ അയക്കില്ല. അതേപോലെ തന്നെ എന്താ, ഈ ആന നിൽക്കുന്നതിൻ്റെ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും മാനുകളും മയിലും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോരാനുള്ള പരിപാടിയാണ്. അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോൻ്റെ കുറച്ച് ഭാഗം കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. മൈസൂർ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയും കാര്യങ്ങളൊക്കെ, അതിൻ്റെ കുറച്ച് ഭാഗം കൂടി ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി ഞാൻ വരും. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാകണം. നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ പേജും ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ. അപ്പോൾ മൈസൂരിലെ നമ്മുടെ സൂവിനകത്ത് സൂവിൻ്റെ കുറച്ച് വീഡിയോസ് അവിടെ കിട്ടി വരാം കേട്ടോ. പുലിയുണ്ട്, അതേപോലെ സിംഹമുണ്ട്, അങ്ങനെ ഒട്ടനവധി മൃഗങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.